അപ്പോൾ ഇത്തരം കാര്യങ്ങൾ പിന്മാറിയില്ല എങ്കിൽ ജസ്നയുടെ മുന്നോട്ടുള്ള പോക്കിനെ ഞങ്ങൾ തടവയ്ക്കും. അല്ലെങ്കിൽ ദേവസ്വത്തിനെതിരെ വല്ല വിഷയങ്ങൾ വന്നാൽ ദേവസ്വമാണ് അതിന് ഉത്തരം പറയേണ്ടത്. അവര് ഗുരുവായൂർ നടയാണെന്നൊന്നും നോക്കൂലാട്ടോ. ഞാൻ ആ നടയെ കയറിയാൽ അവിടെ വെച്ചിട്ട് എന്നെ വെട്ടിക്കൊല്ലാനും കൂടിയും ആ ചേട്ടൻ മടിക്കൂല. എന്ത് മതസൗഹാർദ്ദല്ലേ, എന്ത് നല്ല നാടില്ലേ. എവിടെ പോയടോ നിങ്ങളൊക്കെ? സംസാരിക്കാൻ ആരുമില്ലാതായി മാറുന്നൊരു വ്യക്തിയായി മാറി ഞാന്. ഹായ് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നിങ്ങൾക്ക് എല്ലാവർക്കും നമ്മുടെ ഡെയിലി ഡാഷ് മലയാളം ചാനലിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ജസ്ന സലീമിന് വധഭീഷണി. കേരളത്തിലെ മതസൗഹാർദ്ദം ആഗ്രഹിക്കുന്ന, മതേതര കാഴ്ചപ്പാടുള്ള, മതനിരപേക്ഷ ചിന്തകളിൽ ജീവിക്കുന്ന മുഴുവൻ ആളുകളും ഈ വാർത്ത കേട്ട് അക്ഷരാർത്ഥത്തിൽ ഞെട്ടിയിരിക്കുകയാണ്. എന്താണ് സംഭവിച്ചതെന്നും ഏത് രീതിയിലാണ് ജസ്ന സലീമിന് വധഭീഷണി വന്നതെന്നും ജസ്ന തന്നെ പറയുന്നത് നമുക്കൊന്ന് കണ്ടു നോക്കാം. നമസ്കാരം സുഹൃത്തുക്കളെ, കണ്ണ് നിറച്ച് കണ്ടോളൂ കേട്ടോ. ഇനിയൊരു പക്ഷെ നിങ്ങൾക്ക് എന്നെ കാണാൻ പറ്റിയില്ലെങ്കിലോ, ചെറിയൊരു ഭീഷണി കേട്ടോ. ഇനി ഗുരുവായൂർ അമ്പലനടയിൽ ഫോട്ടോ സമർപ്പണത്തിനായിട്ട് ഞാൻ എത്തിയാൽ അവിടെ വെച്ചിട്ട് എന്നെ തീർക്കൂന്നാണ് പറയുന്നത്. മധുമലയിൽ നിന്നുള്ളൊരു ചേട്ടനാണ് ഈ ഭീഷണിയായിട്ട് വന്നത്. വാട്സപ്പ് ചാറ്റും അയാളുടെ വോയിസും അയാളുടെ വീഡിയോയും എൻ്റെ കയ്യിലുണ്ട്. എന്തൊരു നാടാണല്ലേ, വല്ലാത്തൊരു മതസൗഹാർദ്ദം തന്നെയല്ലേ. ഈ പച്ചക്ക് അവിടെ ഇട്ട് വെട്ടിക്കൊന്നാലും ആർക്കും ഒരു കുഴപ്പവും ഉണ്ടാവൂല, അതെനിക്കറിയാം. എന്താ അല്ലേ, ഇതാണോ മതസൗഹാർദ്ദം? മതസൗഹാർദ്ദത്തിന്റെ മകുട ഉദാഹരണമെന്ന് മലയാളികൾ കൊണ്ടു നടക്കുന്ന ആ മഹനീയമായ കാഴ്ചപ്പാട് ഇങ്ങനെയാണോ? ഒരു പെൺകുട്ടി, ഒരു മുസ്ലിം സ്ത്രീ, തട്ടമിട്ട ഒരു താത്ത തന്റെ ഇഷ്ടദൈവമായ, താനേറെ സ്നേഹിക്കുന്ന, താനേറെ വിശ്വസിക്കുന്ന കൃഷ്ണന്റെ പേരിൽ, അല്ലെങ്കിൽ കൃഷ്ണന്റെ കുറെ ചിത്രങ്ങൾ വരച്ചതിന്റെ പേരിൽ, അതുമായി അവർ ഗുരുവായൂരിലേക്ക് പോയതിന്റെ പേരിൽ, അതവിടെ പ്രദർശിപ്പിച്ചതിന്റെ പേരിൽ, അത് ആഗ്രഹിച്ചവർക്കും ഇഷ്ടപ്പെട്ടവർക്കും ഒക്കെ അത് കൊടുത്ത് ക്യാഷ് വാങ്ങിയതിന്റെ പേരിൽ ഒരു പെൺകുട്ടിയെ വേട്ടയാടുന്നത് ശരിയാണോ? ഇപ്പോൾ അവരെ കൊന്നുകളയുമെന്നുള്ള രീതിയിൽ ഭീഷണി വന്നിരിക്കുന്നു. ഇതൊക്കെ എവിടെ നടക്കും? നമ്മുടെ നാട്ടിലല്ലാതെ ഇതൊക്കെ വേറെ എവിടെങ്കിലും നടക്കുമോ? എവിടെ പോയി ഹൈന്ദവരെ നിങ്ങളുടെ മതസൗഹാർദ്ദം? എവിടെ പോയി ക്രൈസ്തവരെ നിങ്ങളുടെ മതസൗഹാർദ്ദം? എവിടെ പോയി മുസ്ലിങ്ങളെ നിങ്ങളുടെ മതസൗഹാർദ്ദം? നിങ്ങളൊക്കെ നിങ്ങളുടെ മതസൗഹാർദ്ദം എവിടെയാണ് കൊണ്ടുപോയി പൂഴ്ത്തി വെച്ചിരിക്കുന്നത്? അതിന് മാത്രം എന്ത് തെറ്റാണ് ഈ ജസ്ന സലീം ചെയ്തത്? ഇതാണ് ജസ്ന സലീം മലയാളികളെ നോക്കി ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. അല്ല ജസ്ന, നീ എന്താണ് ഈ മതസൗഹാർദ്ദത്തെ കുറിച്ച് വിചാരിച്ചു വെച്ചിരിക്കുന്നത്? എന്താണ് മതസൗഹാർദ്ദം എന്നാണ് നീ മനസ്സിലാക്കിയിരിക്കുന്നത്? എന്റെ ഏറ്റവും അടുത്ത സുഹൃത്തിന്റെ പേര് രതീഷ് എന്നാണ്. അവനുമായി സൗഹാർദ്ദത്തിൽ ഏർപ്പെടാൻ എന്റെ മതവിശ്വാസം ഒരു തരത്തിലും എനിക്ക് തടസ്സമല്ല. അവന് ഞാനുമായി കൂട്ടുകൂടാൻ അവന്റെ മതവിശ്വാസവും ഒരു തരത്തിലും അവനെ തടയുന്നില്ല. ഞങ്ങൾക്കിടയിലുള്ള മതസൗഹാർദ്ദം നിലനിൽക്കാൻ ഞങ്ങൾ രണ്ടാളും ഒരു തരത്തിലുള്ള നാടകങ്ങളും നടത്താറില്ല. ഞാൻ ആഴ്ചയിൽ ഒരിക്കൽ അവന്റെ കൂടെ അവന്റെ ക്ഷേത്രത്തിൽ പോയി അവിടെ ആരതി ഒഴിയാറില്ല, അവിടെ പോയി വെടിവഴിപാട് നടത്താറില്ല. അതുപോലെ അവൻ വെള്ളിയാഴ്ച എന്റെ കൂടെ വന്ന് പള്ളിയിൽ നിസ്കരിക്കാറില്ല. പെരുന്നാൾ ദിവസങ്ങളിൽ ഞങ്ങൾ ഒരുമിച്ച് പോയി പള്ളിയിൽ പോയി പെരുന്നാൾ നിസ്കരിക്കാറുമില്ല. ഇത്തരത്തിൽ അവന്റെ ആരാധനകളെയും ആചാരങ്ങളെയും ഞാൻ ഏറ്റെടുക്കുകയോ എന്റെ മതവിശ്വാസങ്ങൾ അവൻ ഏറ്റെടുക്കുകയോ ചെയ്യാറില്ല. അവന്റെ ആരാധനാമൂർത്തിയായിട്ടുള്ള ഗണപതിയെ ഞാൻ വിറ്റ് കാശാക്കാറില്ല. ഗണപതിയുടെ ചിത്രങ്ങൾ വരച്ച് ഞാൻ എവിടെയും കൊണ്ടുപോയി പ്രദർശിപ്പിക്കാറുമില്ല. അല്ലെങ്കിൽ ഗണപതിയുടെ ചിത്രങ്ങൾ കൊണ്ടുവന്ന് എന്റെ വീട് നിറയെ അലങ്കരിച്ചിട്ട് ഗണപതി എന്റെ കുടുംബത്തിലെ ഒരു അംഗമാണ്, ചെറുപ്പകാലം തൊട്ടേ ഗണപതിയുമായി എനിക്ക് വേർപിരിയാൻ പറ്റാത്ത ബന്ധമുണ്ട് എന്നുള്ള തട്ടിവിടലുകളോ തള്ളലോ ഞാൻ നടത്താറില്ല. അല്ലെങ്കിൽ എന്റെ വാപ്പ അദ്ദേഹത്തിന്റെ ഉപജീവന മാർഗമായിട്ടുള്ള ഓട്ടോയിൽ ഈ പറയപ്പെട്ട ഗണപതിയുടെ ചിത്രങ്ങൾ പതിച്ചുകൊണ്ട് വലിയ രീതിയിൽ അതിനെ ബൂസ്റ്റപ്പ് ചെയ്യാറുമില്ല. ഇങ്ങനെ ഒന്നും നാടകങ്ങൾ നടത്തി ഞങ്ങൾ ആരും മതസൗഹാർദ്ദം കാത്തു സൂക്ഷിക്കാറില്ല. ജസ്ന, ഈ മതസൗഹാർദ്ദം എന്ന് പറഞ്ഞാൽ നീ വിചാരിക്കുന്ന പോലെ ഈ നാടകം കളിയല്ല. മറ്റൊരുത്തന്റെ വിശ്വാസത്തിന്റെ ഭാഗമായിക്കൊണ്ട് അവന്റെ ആരാധനാമൂർത്തിയെ വിറ്റ് തിന്നലുമല്ല. അവരുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടി, അവരുടെ ശ്രദ്ധ പിടിച്ചു പറ്റാൻ വേണ്ടി ഏതെങ്കിലും തരത്തിലുള്ള പിപ്പിടി വിദ്യകൾ കാണിക്കുന്നതിനെ മതസൗഹാർദ്ദം ഒന്നും പറയാൻ പറ്റില്ല. അതിനെയൊക്കെ തട്ടിപ്പെന്നും വെട്ടിപ്പെന്നും ഉടായിപ്പെന്നും ഒക്കെയാണ് പറയുക. അതാണ് നീ ചെയ്തുകൊണ്ടിരിക്കുന്നത്. മതസൗഹാർദ്ദം എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളാണ്. നമ്മുടെ വിശ്വാസത്തിൽ നിലനിൽക്കുക തന്നെ മറ്റുള്ളവരുടെ മതവിശ്വാസങ്ങളെ നമ്മൾ അംഗീകരിക്കുക, ആദരിക്കുക. ഒരുപക്ഷെ അവരുടെ വിശ്വാസ രീതികൾ നമ്മുടെ യുക്തിക്കും ബുദ്ധിക്കും ഒന്നും ചേരാത്തതായിരിക്കും, നമുക്കത് ഉൾക്കൊള്ളാനേ പറ്റില്ലായിരിക്കും. ആയിക്കോട്ടെ, എന്നാൽ പോലും അവന്റെ വിശ്വാസത്തെ നമ്മൾ ബഹുമാനിക്കുക, അവനെ അവന്റെ വഴിക്ക് വിടുക. അവന്റെ കണ്ണിൽ നമ്മുടെ വിശ്വാസങ്ങളും അങ്ങനെയായിരിക്കും, അവന്റെ യുക്തിക്കും ബുദ്ധിക്കും ഉൾക്കൊള്ളാൻ പറ്റാത്തതായിരിക്കും. അതൊക്കെ ആ അർത്ഥത്തിൽ തന്നെ എടുത്തുകൊണ്ട്, അതൊക്കെ അവരുടേതായ വിശ്വാസങ്ങളാണെന്ന് എടുത്തുകൊണ്ട് ആ രീതിയിൽ പരസ്പരം എല്ലാവരും
മറ്റു മതസ്ഥരുടെ വിശ്വാസങ്ങളെ അംഗീകരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്നതിനെയാണ് മതസൗഹാർദ്ദം എന്ന് പറയുന്നത്. നിനക്ക് ഓർമ്മയുണ്ടോ, നീ ഈ കൃഷ്ണന്റെ ചിത്രങ്ങൾ വരച്ചു തുടങ്ങിയ സമയത്ത് നീ എന്തൊക്കെയോ ചില വ്യക്തിപരമായ പ്രശ്നങ്ങളുടെ പേരിൽ ഈ കേരളത്തിലെ മദ്രസകളിൽ പഠിപ്പിക്കുന്ന പാവപ്പെട്ട സാധുക്കളായ മുഅല്ലിമീങ്ങൾ നടന്നുപോയും സൈക്കിളിൽ പോയും മദ്രസയിൽ കുട്ടികളെ പഠിപ്പിക്കുന്ന 10,000 രൂപ പോലും തികച്ചു ശമ്പളം കിട്ടാത്ത അത്രത്തോളം കഷ്ടപ്പാടും ബുദ്ധിമുട്ടുമുള്ള ജീവിതങ്ങൾ നയിക്കുന്ന മദ്രസയിലെ മുഅല്ലിമീങ്ങളെ മുഴുവൻ ഇവിടുത്തെ സംഘപരിവാർ സംഘടനകൾക്കും അതുപോലെ തന്നെ മുസ്ലിം ബിരുദർക്കും എറിഞ്ഞു കൊടുത്തവളാണ് നീ. പൂർണ്ണമായും അവരെ മുഴുവനും ആക്ഷേപിക്കാനും അവരെ അപമാനിക്കാനും കൂട്ടുനിന്നവളാണ് നീ. അങ്ങനെയാണ് നീ നിന്റെ മതസൗഹാർദ്ദം പൊടിപ്പിച്ചെടുത്തത്. അങ്ങനെയാണ് നീ നിന്റെ മതസൗഹാർദ്ദം രൂപപ്പെടുത്തിയെടുത്തത്. മറ്റൊരു മതവിശ്വാസത്തിന്റെ ആരാധനാമൂർത്തിയെ പരസ്യമായി നിരന്തരം പുകഴ്ത്തുകയും അത് ആ വിശ്വാസം തന്റെ യഥാർത്ഥ വിശ്വാസത്തിന്റെ ഭാഗമാണ് എന്നൊക്കെ പരസ്യമായി പറയുകയും തന്റെ മതവിശ്വാസത്തിലെ സമുദായത്തെ പൂർണ്ണമായും ആക്ഷേപിക്കാനും അപമാനിക്കാനും നാട്ടിലെ തീവ്ര ചിന്തയുള്ളവർക്ക് അവസരം ചെയ്തു കൊടുത്തിട്ട് പിന്നെയും നീ ഒരു തട്ടമിട്ടുകൊണ്ട് ഇവിടുത്തെ ജനങ്ങളുടെ മുമ്പിൽ വന്നിരുന്നുകൊണ്ട് എവിടെ പോയി മനുഷ്യരെ നിങ്ങളുടെ മതസൗഹാർദ്ദം, ഇതാണോ നിങ്ങളുടെ മതസൗഹാർദ്ദം, ഇങ്ങനെയാണോ മതസൗഹാർദ്ദം എന്ന് ചോദിക്കുന്നത് കാണുമ്പോൾ ശരിക്കും പറഞ്ഞാൽ നിന്റെ മുഖത്തേക്ക് കാർക്കിച്ച് തുപ്പാനാണ് തോന്നുന്നത്. ഇനി ജസ്ന സലീമിന് വന്ന വധഭീഷണി കൂടി നമുക്കൊന്ന് കണ്ടു നോക്കാം. നിന്നെയും നിന്റെ കാമുകനെയും ഞാൻ വെല്ലുവിളിക്കുകയാണ്. അവിടെ വന്ന് നിന്റെ പട്ടിഷോ ഇറക്കാൻ ധൈര്യമുണ്ടോ? നീ ഗുരുവായൂർ ക്ഷേത്രത്തിന്റെ ഗേറ്റ് കിടക്കില്ല. ഞാൻ ഗുരുവായൂർ ക്ഷേത്രത്തിന്റെ നടയിൽ പല മുസ്ലിം സഹോദരങ്ങളെയും കണ്ടിട്ടുണ്ട്. നിന്റെ പോലെ വൃത്തികെട്ട മുസ്ലിം സഹോദരങ്ങളെ കണ്ടിട്ടില്ല. ഞാൻ കണ്ടിട്ടുള്ളത് മതസൗഹാർദ്ദം കൊണ്ടു നടക്കുന്ന മുസ്ലിം സഹോദരങ്ങളെയാണ്. നിന്നെ പോലെ നിന്റെ മതത്തെ പറ്റിച്ച് നടക്കുന്ന പല ആണുങ്ങളെ പോലെ നടക്കുന്ന സ്ത്രീകളല്ല. ഇനി നീ ഗുരുവായൂർ ക്ഷേത്ര നടയിൽ പ്രവേശിച്ചാൽ അപ്പോൾ നീ അറിയും. നീ പ്രധാനമന്ത്രിക്ക് ഫോട്ടോ സമ്മാനിച്ചു എന്ന് വെച്ച് നീ അവിടെ വലിയ ആളായി എന്ന് വിചാരിക്കണ്ട. ഇങ്ങനെയൊക്കെയാണ് ആ ഭീഷണിയിൽ എഴുതിയിരിക്കുന്നത്. ഇത്തരത്തിൽ വളരെ രോഷത്തോടു കൂടിയാണ് ഈ മധു എന്ന് പറയുന്നയാൾ ജസ്ന സലീമിനെ ഭീഷണിപ്പെടുത്തുന്നത്. അയാൾ ഗുരുവായൂർ അമ്പലനടയാണെന്ന് പോലും നോക്കൂലെന്ന് എനിക്ക് ഭീഷണി തന്നിട്ടുണ്ട്. എനിക്ക് പേടിയൊന്നുമില്ല കേട്ടോ. പക്ഷെ എനിക്ക് ഒരു കാര്യത്തിൽ ഈ സമൂഹത്തിനോട് അഭിമാനമേ ഉള്ളൂ. നമുക്ക് ഒരു പ്രശ്നം വന്നാൽ സംസാരിക്കാൻ ആരും ഉണ്ടാവില്ല. പക്ഷെ നമ്മളെ ജീവൻ പോയി കഴിഞ്ഞാൽ സംസാരിക്കാൻ ഒരുപാട് ആൾക്കാർ വരും. എനിക്ക് എന്തെങ്കിലും പറ്റിപ്പോയാൽ, ഏതെങ്കിലും സാഹചര്യത്തിൽ പറ്റിപ്പോയാൽ എനിക്ക് വേണ്ടി സംസാരിക്കാൻ നിങ്ങൾ ആരും വരരുത്. കാരണം ജീവിച്ചിരിക്കുമ്പോൾ നിങ്ങൾക്ക് ആർക്കും എനിക്ക് വേണ്ടിയിട്ട് തുറക്കാൻ പറ്റിയിട്ടില്ല. ഒരിക്കലുമില്ല. ഞങ്ങളാരും, പ്രത്യേകിച്ച് മുസ്ലിം സമുദായത്തിൽ നിന്ന് ആരും ജസ്നയ്ക്ക് വേണ്ടി സംസാരിക്കാൻ വരില്ല. ഈ ഭീഷണിയുടെ പേരിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു അപകടം ജസ്ന സലീമിന് സംഭവിക്കുകയോ ജസ്നയ്ക്കിന് ജീവൻ നഷ്ടപ്പെടുകയോ ചെയ്താൽ പോലും ഇവിടുത്തെ മുസ്ലിം സമുദായം ഒരു കാരണവശാലും ജസ്നയെ ഓർത്ത് കണ്ണീരൊഴുക്കാനോ ജസ്ന സലീമിന് നീതി കിട്ടണമെന്ന് പറഞ്ഞിട്ടോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും രീതിയിൽ ജസ്ന സലീമിന് അനുകൂലമായി സംസാരിക്കാനോ ഒരു മുസ്ലിമും ഒരു മതസംഘടനയും ഒരു സമുദായ നേതാക്കളും വരില്ല. അക്കാര്യത്തിൽ ജസ്ന ഒരു കാരണവശാലും പ്രതീക്ഷയും വെക്കണ്ട. കാരണം നമുക്കൊരാളോട് പറഞ്ഞു കൊടുക്കാൻ പറ്റും. നിങ്ങൾ പോകുന്ന വഴിയിൽ ഒരു അപകടമുണ്ടെങ്കിൽ നമുക്ക് പറയാം, നിങ്ങൾ ആ വഴി പോകരുത്, അവിടെ ഒരു അപകടം പതിയിരിപ്പുണ്ട്, നിങ്ങൾ ആ വഴി പോകുന്നത് ഒഴിവാക്കണം എന്ന് നമുക്കൊരാൾക്ക് പറഞ്ഞു കൊടുക്കാം. ഇനി അതുവഴി ഒരാൾ അത് അറിയാതെ പോയി ആ കുഴിയിൽ വീണിട്ടുണ്ടെങ്കിൽ, ആ അപകടത്തിൽ പെട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് അയാളെ അതിൽ നിന്നും പിടിച്ചു കയറ്റാം. പക്ഷേ അവിടെ ഒരു അപകടം പതിയിരിപ്പുണ്ടെന്നും അതുവഴി പോയാൽ ആ അപകടത്തിൽ പെടുമെന്നും പല ആവർത്തി പറഞ്ഞു കൊടുത്തിട്ടും ഒരാൾ അവരെ എല്ലാം പരിഹസിച്ചുകൊണ്ടും അവർ കൊടുത്ത മുന്നറിയിപ്പിന് പുല്ലുവില കൽപ്പിച്ചുകൊണ്ട് വീണ്ടും അതുവഴി തന്നെ പോയി ആ കുഴിയിൽ ചാടിയാൽ അല്ലെങ്കിൽ ആ അപകടത്തിൽ പെട്ടാൽ അയാളെ ഓർത്ത് നമുക്ക് ദുഃഖം പോലും ഇല്ല എന്നുള്ളതാണ് സത്യം. ആ അവസ്ഥയിലാണ് ജസ്ന സലീം ഉള്ളത്. ജസ്നയോട് പല ആവർത്തി പലരും പറഞ്ഞു തന്നിട്ടുള്ളതാണ്. സ്വന്തം സമുദായത്തെയും സ്വന്തം കുടുംബത്തെയും സ്വന്തം മതവിശ്വാസത്തെയും ഒക്കെ തള്ളിപ്പറഞ്ഞുകൊണ്ട് പോയാൽ കുറെ നാൾ അവരെ പൊക്കിക്കൊണ്ട് നടക്കാൻ നമ്മുടെ നാട്ടിൽ ആളുകൾ ഉണ്ടാവും. പിന്നീട് അവർക്ക് മടുക്കുമ്പോൾ അത്തരം ആളുകളെ വഴിയിൽ ഉപേക്ഷിക്കാറാണ് പതിവ്. ഇതൊക്കെ കണ്ടും കേട്ടും പഠിക്കുന്നില്ലെങ്കിൽ ജസ്ന സലീമിനെ ആലോചിച്ചോ, ജസ്ന സലീമിനെ കുറിച്ച് ഓർത്തോ ഇവിടുത്തെ മുസ്ലിങ്ങൾക്ക് ഒരു തരത്തിലുള്ള സങ്കടവുമില്ല, ഒരു തരത്തിലുള്ള വിഷമവുമില്ല. നാട്ടിൽ വർഗീയത ഉണ്ടാക്കുന്ന തരത്തിലേക്കല്ലേ നിന്റെ പ്രവർത്തനങ്ങൾ പോയത്? ഇരുമതവിശ്വാസികൾക്കിടയിൽ തർക്കങ്ങൾ ഉണ്ടാക്കുന്നതിനും വിശ്വാസികളെ തമ്മിലടിപ്പിക്കുന്നതിനും അത്തരത്തിലുള്ള പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ടല്ലേ നീ പ്രവർത്തിച്ചത്? നിന്നെ പൊക്കിക്കൊണ്ട് നടന്നത് മുഴുവൻ സംഘപരിവാറല്ലേ? നിന്നെ പുകഴ്ത്തിയത് മുഴുവൻ ഇവിടുത്തെ ക്രിസംഖികളല്ലേ? എന്നിട്ട് ഇപ്പോൾ അവസാനം എന്നെ കൊല്ലാൻ പോകുന്നേ, എനിക്ക് വേണ്ടി സംസാരിക്കാൻ ആരുമില്ലേ, എന്തൊരു മതസൗഹാർദ്ദമാണിത്, എന്തൊരു നാടാണിത് എന്ന് പറഞ്ഞ് ഈ ജനങ്ങൾക്ക് മുമ്പിൽ വന്നിരുന്ന് വീണ്ടും വീണ്ടും ഇങ്ങനെ പല്ലടിച്ച് കാണിക്കാൻ നിനക്ക് ഉളുപ്പില്ലേ ജസ്ന? അപ്പോ ഇത്തരം കാര്യങ്ങൾ പിന്മാറിയില്ല എങ്കിൽ ജസ്നയുടെ
മുന്നോട്ടുള്ള പോക്കിനെ ഞങ്ങൾ തടവയ്ക്കും. അതിപ്പോൾ ആരായാലും ഇതുപോലത്തെ പ്രവർത്തികൾ ചെയ്യുന്ന ആരായാലും നമ്മൾ തടയിടും. ഈ ദേവസ്വം ഭരണാധികാരികൾ, ദേവസ്വം ചെയർമാൻ, അഡ്മിനിസ്ട്രേറ്റർ അടക്കമുള്ള ആളുകൾ, ഭരണസമിതി അംഗങ്ങൾ എല്ലാം ഇതിനെ ഒരു തടയിടണം ഇതിന്. അതാണ്. അല്ലെങ്കിൽ ദേവസ്വത്തിനെതിരെ വല്ല വിഷയങ്ങൾ വന്നാൽ ദേവസ്വമാണ് അതിന് ഉത്തരം പറയേണ്ടത്. എന്ത് മതസൗഹാർദ്ദല്ലേ, എന്ത് നല്ല നാടില്ലേ, എവിടെ പോയടോ നിങ്ങളൊക്കെ? സംസാരിക്കാൻ ആരുമില്ലാതായി മാറുന്ന ഒരു വ്യക്തിയായി മാറി ഞാന്. ജസ്ന സലീം, ഈ നാടിന് ഒരു കുഴപ്പമില്ല. ഈ നാട് വളരെ നല്ല നാടാണ്. മതസൗഹാർദ്ദം നിലനിൽക്കുന്ന നാട് തന്നെയാണ്. ഇവിടുത്തെ മതസൗഹാർദ്ദത്തിന് ഒരു കോട്ടവും സംഭവിച്ചിട്ടില്ല. നിന്നെപ്പോലുള്ള ചില ഇത്തിക്കണ്ണികൾ ഇവിടുത്തെ മതസൗഹാർദ്ദത്തിന്റെ കെട്ടുറപ്പിനെ ബാധിക്കുന്ന രീതിയിൽ ചില കുന്തളിപ്പുകളൊക്കെ കാണിച്ചിട്ടുണ്ടെങ്കിലും ആ മതസൗഹാർദ്ദത്തിന് ഒരു പ്രശ്നവുമില്ലാതെ ഇന്നും നല്ല രീതിയിൽ അത് കെട്ടുറപ്പോടുകൂടി തന്നെ വളരെ ഐക്യത്തോടുകൂടി തന്നെ മുമ്പോട്ട് പോകുന്നുണ്ട്. പിന്നെ നിനക്ക് വേണ്ടി സംസാരിക്കാൻ ആരുമില്ലേ എന്നുള്ള നിന്റെ സങ്കടവും നിന്റെ വിഷമവും ഒക്കെ നീ പരിഹരിക്കാൻ നീ മാർഗം കണ്ടെത്തേണ്ടത് ഈ പൊതുസമൂഹത്തിനോട് പറഞ്ഞിട്ടല്ല. നീ അത്യാവശ്യമായിട്ട് എത്രയും പെട്ടെന്നും ബന്ധപ്പെടേണ്ടത് ഈ ഹിന്ദു ഐക്യവേദിയുടെ നേതാക്കളെയാണ്. അക്കൂട്ടത്തിൽ ഈ പഴയ സിനിമാ സംവിധായകനായിട്ടുള്ള വിജി തമ്പി ഉണ്ടല്ലോ, അയാളെ പ്രത്യേകം ഒന്ന് കോണ്ടാക്ട് ചെയ്യുക. നീ അവരുടെ വേദിയിൽ പോയി പരസ്യമായി പ്രസംഗിച്ചത് ഞങ്ങൾക്ക് എല്ലാവർക്കും ഓർമ്മയുണ്ട്. അവരുടെ വലിയ പ്രൗഢഗംഭീരമായ ആ വേദിയിൽ തട്ടമിട്ടുകൊണ്ട് മൈക്ക് വാങ്ങിച്ച് നീ പ്രസംഗിച്ചത് എന്താണെന്നുള്ളത് നീ മറന്നുപോയിട്ടുണ്ടാവും. ഞങ്ങൾ മറന്നിട്ടില്ല. നീ അന്ന് പ്രസംഗിച്ചത്, ഞാൻ ഈ തട്ടമിട്ട് കൃഷ്ണന്റെ ചിത്രം വരയ്ക്കുന്നതിനെതിരെ ഒരു വിഭാഗം എന്നെ ഭീഷണിപ്പെടുത്തുകയാണ്. അതായത് മുസ്ലിങ്ങൾ നിന്നെ ഭീഷണിപ്പെടുത്തുകയാണ്, മുസ്ലിങ്ങൾ നിനക്കെതിരെ സംസാരിക്കുകയാണ്, മുസ്ലിങ്ങൾ നിന്നെ എല്ലാ രീതിയിലും ബഹിഷ്കരിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ എന്നോട് എല്ലാവരും പറയുന്നു, ഈ നാട്ടിലെ മതവിശ്വാസികൾ പറയുന്നു, ഈ നാട്ടിലെ കൃഷ്ണനെ ആരാധിക്കുന്നവർ പറയുന്നു, ഈ നാട്ടിലെ മതനിരപേക്ഷ മതേതര ചിന്തയുള്ള കാഴ്ചപ്പാടുള്ള എല്ലാവരും എന്നോട് പറയുന്നു, നീ തലയിൽ തട്ടമിട്ടുകൊണ്ട് തന്നെ കൃഷ്ണന്റെ ചിത്രങ്ങൾ വരയ്ക്കണം. നിന്റെ വിശ്വാസത്തിൽ നിന്നുകൊണ്ട് തന്നെ നീ കൃഷ്ണന്റെ ചിത്രങ്ങൾ വരയ്ക്കണം. അപ്പോഴാണ് ആ കൃഷ്ണന്റെ ചിത്രത്തിനൊരു ഭംഗി ഉണ്ടാവുക. അപ്പോൾ മാത്രമാണ് നീ വരയ്ക്കുന്ന കൃഷ്ണന്റെ ചിത്രത്തിന് വല്ലാത്ത ഒരു മനോഹാരിത അനുഭവപ്പെടുക. ഇങ്ങനെയൊക്കെ പ്രസംഗിച്ചവളാണ് നീ. അതുകൊണ്ട് നിന്നെ സംരക്ഷിക്കാൻ, ഇത്തരത്തിലുള്ള ഭീഷണികളിൽ നിന്നൊക്കെ രക്ഷപ്പെടാൻ നീ എത്രയും പെട്ടെന്ന് ഹിന്ദു ഐക്യവേദിയുടെ സഹായം തേടണമെന്നാണ് എന്റെ അഭിപ്രായം. കാരണം അവരെപ്പോലുള്ളവരെ കണ്ടിട്ടാണ് നീ ഇമാതിരി പരിപാടികളൊക്കെ ചെയ്തത്. അവരുടെ മോഹന വാഗ്ദാനങ്ങളിൽ വീണിട്ടാണ് നീ ഇവിടുത്തെ മുസ്ലിം സമുദായത്തിന് സംഘപരിവാർ നിറഞ്ഞു കൊടുത്തത്. അവരിൽ നിന്ന് എന്തെങ്കിലും കിട്ടുമെന്ന് പ്രതീക്ഷിച്ചിട്ടാണ് നീ മുസ്ലിം സമുദായത്തെ തള്ളിപ്പറഞ്ഞുകൊണ്ടും മുസ്ലിം സമുദായത്തെ മോശക്കാരാക്കിക്കൊണ്ടും അവരുടെ കൂടെ പോയത്. അപ്പോൾ ഇത്തരത്തിൽ ഹൈന്ദവരിൽ നിന്ന് തന്നെ നിനക്ക് ഭീഷണികൾ കിട്ടുമ്പോൾ നീ ഈ വിശ്വ ഹിന്ദു പരിഷത്തിന്റെയോ അതല്ലെങ്കിൽ ഈ ഹിന്ദു ഐക്യവേദിയുടെയൊക്കെ സഹായം തേടുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ജസ്ന സലീം, നിന്റെ ഈ അവസ്ഥ കാണുമ്പോൾ ഞങ്ങൾക്ക് സന്തോഷമൊന്നുമില്ല. നീ ഇങ്ങനെ അവസ്ഥയിലേക്ക് എത്തിപ്പെട്ടതും ഈ രീതിയിൽ നീ അധപ്പതിച്ചത് കാണുമ്പോൾ ഞങ്ങൾക്ക് ദുഃഖവുമില്ല. സ്വത്വബോധത്തിന്റെയും ആത്മാഭിമാനത്തിന്റെയും ഒരു കണികയെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ നിനക്ക് ഇനിയും ചിന്തിച്ച് നല്ലൊരു തീരുമാനത്തിലേക്ക് എത്താവുന്നതേ ഉള്ളൂ. നിന്നെ കൊണ്ടു നടന്നവരും നിന്നെ ആഘോഷിച്ചവരും നിന്നെ വെച്ചുകൊണ്ട് ഇവിടുത്തെ മുസ്ലിം സമുദായത്തെ പരിഹസിച്ചവരും മുസ്ലിം സമുദായത്തെ തീവ്രവാദികളെന്നും ഭീകരവാദികളെന്നും ഒക്കെ നിന്നെ മുന്നിൽ നിർത്തിക്കൊണ്ട് മുദ്ര കുത്തിയവരും ഒക്കെ ഇപ്പോൾ നിന്നെ വേട്ടയാടുന്നത് കാണുമ്പോൾ, അല്ലെങ്കിൽ അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് നീ എത്തിപ്പെട്ടത് കാണുമ്പോൾ പഴയ രണ്ടു വരിയാണ് ഓർമ്മ വരുന്നത്. കൊണ്ടു നടന്നതും നീയെ ചാപ്പ, കൊണ്ടുപോയി കൊല്ലിച്ചതും നീയെ ചാപ്പ. കൂടുതലായൊന്നും പറയാനില്ല. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റുകളായി രേഖപ്പെടുത്താൻ മറക്കണ്ട. ബൈ.